ഇറാനെതിരെ രണ്ടാം തവണയും തങ്ങളുടെ തന്ത്രപ്രധാനമായ B2 സ്റ്റെൽത്ത് ബോംബറുകൾ അമേരിക്ക ഉപയോഗിച്ചതിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. സെൻട്രൽ കമാൻഡാണ് ഈ ആക്രമണ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. അമേരിക്കയിൽ നിന്ന് നേരിട്ട് പറന്നെത്തിയ B2 സ്റ്റെൽത്ത് ബോംബറുകൾ ഇറാന്റെ അതീവ സുരക്ഷയുള്ള ബാലിസ്റ്റിക് മിസൈൽ കേന്ദ്രങ്ങളിൽ 2000 പൗണ്ട് ഭാരമുള്ള ബോംബുകളാണ് വർഷിച്ചത്. ശത്രുവിന്റെ റഡാർ കണ്ണുകളെ വെട്ടിക്കാൻ ശേഷിയുള്ള സ്റ്റെൽത്ത് ബോംബറുകൾ ഭൂമിക്കടിയിലെ ലക്ഷ്യസ്ഥാനങ്ങളെ കൃത്യമായി തകർത്തു. ബങ്കർ ബസ്റ്റർ ബോംബുകളാണ് ഇതിനായി ഉപയോഗിച്ചത്. B2 ബോംബറുകൾക്ക് പുറമെ F-35, F-22, F-18, F-16, F-10 യുദ്ധവിമാനങ്ങൾ, ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന വിമാനവാഹിനികൾ, ഡിസ്ട്രോയറുകൾ, പാട്രിയറ്റ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ, ആന്റി ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവയും ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന് പേരിട്ടിരിക്കുന്ന ഈ ആക്രമണത്തിന് അമേരിക്ക ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഫയർ ആൻഡ് ഫോർഗറ്റ് വിഭാഗത്തിൽപ്പെട്ട ചിലവ് കുറഞ്ഞ ഡ്രോണുകൾ US ഇതാദ്യമായി ഉപയോഗിച്ചു. എതിരാളികളുടെ പ്രതിരോധ സംവിധാനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കാനാണ് ഇത് പ്രധാനമായും തൊടുക്കുന്നത്. സ്ഫോടക വസ്തുക്കൾ വഹിച്ചുകൊണ്ട് ഇവ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങളെ തകരാറിലാക്കാനായി EA-18G എന്ന ഇലക്ട്രോണിക് അറ്റാക്ക് വിമാനം, വ്യോമാക്രമണങ്ങൾ മുൻകൂട്ടി കണ്ടെത്താനുള്ള അവാക്സ് വിമാനം, യുദ്ധവിമാനങ്ങളുമായുള്ള ആശയവിനിമയം കാര്യക്ഷമമാക്കാൻ ആളില്ലാ വിമാനങ്ങളിൽ ഘടിപ്പിച്ച എയർബോൺ കമ്മ്യൂണിക്കേഷൻ റിലേ സംവിധാനം, സമുദ്ര നിരീക്ഷണത്തിനായി P-8 മാരിടൈം പട്രോൾ എയർക്രാഫ്റ്റ്, ഇറാനിൽ നിരീക്ഷണം നടത്താനായി RC-135 എന്ന ചാരവിമാനം, MQ-9 റിപ്പർ എന്ന ആളില്ലാ യുദ്ധവിമാനം, M-142 റോക്കറ്റ് സംവിധാനം എന്നിവ രംഗത്തിറക്കിയാണ് ഇറാനെതിരെയുള്ള ആക്രമണം US രൂക്ഷമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെയും ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ആക്രമണ പരിധിയിൽ സംയുക്ത സൈന്യം ഉൾപ്പെടുത്തിയിട്ടില്ല. ന്യൂസ് ഡെസ്ക്, മലയാളം ടെലിവിഷൻ. എല്ലാരും പറയുന്നു ഡിഫറെന്റ് ആയിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ടെന്നൊക്കെ. നല്ലതല്ലേ? ഞാനല്ല, സ്വർണം. Safa Gold and Diamonds, different by design.